ഒരു മാസത്തിൽ 8 കിലോ 10 കിലോ വെയിറ്റ് ലോസ് കണ്ടാൽ അത് ഹെൽത്തി ആണെന്ന് കരുതുന്നുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ വെയിറ്റ് സ്കെയിൽ കാണുകയാണെങ്കിൽ അത് മൊത്തം ഫാറ്റ് ലോസ് ആണെന്ന് കരുതരുത്. അൺഹെൽത്തി ആയിട്ടുള്ള മസിൽ ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ വാട്ട് ലോസ് ഉണ്ടാവും. ഇനി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഈ മസിൽ ലോസും വാട്ട് ലോസും എപ്പോഴും ഉണ്ടാവും നോക്കാം. നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്താതെ, അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാതെ നമ്മൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ശരീരം നമ്മളെ മസിലിന് ആവശ്യമുള്ള പ്രോട്ടീൻ എടുത്തിട്ട് എനർജി ഷോർട്ടേജ് പരിഹരിക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഒരുപാട് മസിൽ ലോസ് ഉണ്ടാവും. മസിൽ ലോസ് തടയാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് നമ്മുടെ ഡയറ്റിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. ഡയറ്റിൽ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം അരി ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കുറച്ചാൽ നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്റ്റോറേജ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ നമ്മുടെ ശരീരത്തിൽ കുറയും. അപ്പോൾ ഈ ഗ്ലൈക്കോജന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഗ്ലൈക്കോജനാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വെള്ളം പിടിച്ചു നിർത്തുന്നത്. ഗ്ലൈക്കോജൻ കുറയുമ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് ശരീരത്തിൽ നഷ്ടപ്പെടും. ഇതാണ് നമ്മൾ വാട്ടർ ലോസ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ വെയിറ്റ് ലോസിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡയറ്റിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരം പ്രോട്ടീൻ പോലത്തെ മറ്റു സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കും. കാരണം ഈ വെയിറ്റ് ട്രെയിനിങ്ങിന് കാർബോഹൈഡ്രേറ്റിന് മാത്രമേ എനർജി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡയറ്റിൽ ആവശ്യത്തിന് കാർബ്സ് ഉപയോഗിക്കുക, അതുപോലെ പ്രോട്ടീൻ കുറയാതെ നോക്കുക. നിർബന്ധമായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക.